ഹൊറർ കോമഡി. എനിക്ക് തോന്നുന്നു രോമാഞ്ചത്തിന് ശേഷം, രോമാഞ്ചം ഒരു പ്രോപ്പർ ഹൊറർ കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ആളുകളുടെ കമ്മിങ് ഓഫ് ഏജും കൂടി അതിനകത്ത് ഭാഗമാണല്ലോ. സുമതിയോട് പ്രോപ്പറായിട്ട് നമ്മുടെ ആകാശഗംഗ ഓണറിനോടൊക്കെ നീതി പുലർത്തുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചിരിയോട് കൂടി തന്നെ പേടിപ്പിക്കലും ഒരു ലക്ഷ്യമാണ് ഈ സിനിമയുടെ. അപ്പം കറക്റ്റ് ഒരു ഹൊറർ കോമഡി ജോണർ തന്നെയാണ്. ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ കോസ്റ്റ്യൂമിൽ നിന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ. യഥാർത്ഥത്തിലുള്ള സുമതി വളവ് നമുക്കറിയാലോ, ട്രിവാൻഡ്രം ഭാഗത്ത് അങ്ങനെ ഒരു വളവുണ്ടല്ലോ. അതുപോലത്തെ ഒരു വളവാണ്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെയല്ല, നമ്മൾ വേറൊരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ടൈറ്റിലിനോട് നീതി പുലർത്തുന്നുണ്ട്. ഹൊറർ തന്നെയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നർമ്മത്തിൽ ചാലിച്ച ഹൊററാണ്. ഇതുമായിട്ട് അങ്ങനെ റിലേറ്റഡ് അല്ല, സിൻസ് ഹൊറർ വന്ന കാരണം ഞാൻ ചോദിക്കുകയാണ്. സൈജു ചേട്ടൻ ഈ നോർത്തിലൊക്കെയുള്ള കുറെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഭൂതകാലത്തിലുള്ള ആക്ടർ എന്നുള്ള രീതിയിലാണ്. കാരണം സിൻസ് അതൊരു OTT റിലീസ് ആയ കാരണം ഒട്ടും ഈ സോക്കോൾഡ് ഹൊറർ ഇല്ലാതെ ആളുകൾ പേടിച്ചൊരു സിനിമ ആയതുകൊണ്ടാണ്. ആൻഡ് അന്താക്ഷരി ഓൾസോ ആ ലൈനപ്പിലും ജോയിൻ ആവും. എനിക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് സൈജു ചേട്ടനെന്ന് എനിക്കറിയില്ല. ഭൂതകാലം ചെയ്യുമ്പോൾ അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ദാറ്റ് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഹൊററാണ്, അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് അതിന്റെ പ്രോസസ്സിൽ മനസ്സിലായിരുന്നു. അത് ആഫ്റ്റർ റിലീസാണ് ഈ പോറിംഗ് റിവ്യൂസ് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെയാണോ? ഇത് ആക്ച്വലി ഇത്രയും പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. കഥയും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു മേക്കിംഗ് ഇത് പക്ക ഹൊറർ രീതിയിൽ ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളൊരു, അതായത് പേടിപ്പിച്ച് എന്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു രാഹുലിന്റെ. ഇത് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡബിംഗ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് സ്ട്രീം ചെയ്യുന്നു സോണി ലീവില്. അപ്പൊ അന്ന് രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്ട്രീം ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വേറെ ഏതൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. ഞാനപ്പം അടുത്ത ദിവസത്തെ സീൻ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ലേറ്റായി. അപ്പൊ എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി, പേടിച്ച് പണ്ടാരടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനത്തെ ഉള്ള മെസ്സേജസ്. അപ്പൊ എനിക്കത് മനസ്സിലാവുന്നിടത്തേക്ക് എന്താണ് ഭൂതകാലമാണ് സ്ട്രീം ചെയ്തതെന്ന് അറിയാം, പക്ഷെ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഇരുന്ന് കണ്ടു. അപ്പോഴാണ് ഇത് എന്റെ ഒരു ഫീല് മനസ്സിലായത്. ഇതായിരുന്നു ചെയ്തിട്ടിരുന്നത്. ഭയങ്കര ഇപ്പം നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത്, അതായത് മാസ്ക് ഒക്കെ വയ്ക്കുന്ന കാലഘട്ടം തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഫേസ് 2. അതെ, ഫേസ് 2. ആ സമയത്ത് ക്രൂ മെമ്പേഴ്സ് ഒക്കെ വളരെ കുറവ്. പിന്നെ ആ സിനിമ കണ്ടില്ല, ആക്ടേഴ്സ് ഒക്കെ വളരെ കുറവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു 40 ആൾക്കാരൊക്കെ കാണുള്ളൂ. ഈ 40 പേര് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് എല്ലാരും അവിടെ കാണില്ലല്ലോ. ഒരു 15 പേരൊക്കെ അറ്റ് എ ടൈം അവിടെ ഒരു സെറ്റിൽ കാണുള്ളൂ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ ക്യാമറമാൻ ആണെങ്കിൽ ഷൈനാസ് ജലാലാണ്. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, അധികം സംസാരിക്കില്ല, കുറവ് സംസാരിക്കുന്ന ഒരാൾ. രാഹുലും അതേപോലെ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, മൊത്തം സിനിമ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുറവ് സംസാരിക്കുന്ന ആൾക്കാരും. വളരെ സ്മൂത്ത്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ഒരു രീതിയിലും ഇത്, പിന്നെ ഈ മ്യൂസിക് ബിൽഡപ്പും എഡിറ്റൊക്കെ വരുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ഹൊറർ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇപ്പൊ എന്റെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള ഷെയ്ന്റെ സീൻസ് ഒന്നും കണ്ടിട്ടില്ല. എന്റെ സീൻസ് മാത്രം അപ്പം ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കും തലേ ദിവസം എടുത്ത സീൻ നമ്മൾ കാണുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ, നോർമൽ നമ്മൾ അഭിനയിച്ചു. അതിന്റെ അകത്ത് ആ ഫീൽ ഓരോ വീട്ടിലേക്കും സഹിച്ചോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ പ്രൊമോഷൻ അല്ല ഞാൻ ചോദിക്കാൻ തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി, ഭയത്തിന്റെ ഇന്റൻസിറ്റി കൂടി വരുമായിരുന്നു. സിമിലർ കേസസ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടില്ല. അഭിനയിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല ആ ഇന്റൻസിറ്റി കൂടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് കൂടിയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ ഭൂതകാലവും അന്താക്ഷരിയും. അന്താക്ഷരിയെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ട്. അന്താക്ഷരിയുടെ എന്താന്ന് വെച്ചാൽ ഓൺലൈനിൽ സാധാരണ മലയാളം റിവ്യൂസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ തമിഴ്, മാക്സിമം തമിഴിൽ 1-2 റിവ്യൂസ് വരുന്നത് കാണാം. ഇത് പഞ്ചാബി, ബംഗാളി ഇവരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അന്താക്ഷരി കണ്ടിട്ട്. പിന്നെ ഞാൻ ആട് 3 സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുതിരസവാരി ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പൊ അവിടെയാണ് ആദ്യമായിട്ടൊരാള്, ഒരു പുള്ളി, എനിക്ക് തോന്നുന്ന കന്നഡികയോ തെലുങ്കനോ എന്തോ ആണ്, പുള്ളിയുടെ മകനോ മകളോടെ ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പുള്ളി എന്നെ കണ്ടിട്ട് ചോദിച്ചു, ഭൂതനാഥനിലെ ആക്ടറല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത്, പുള്ളി ഭൂതകാലമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഭൂതകാലം, സോണില് എക്സാക്ട്ലി ദാറ്റ് ഹൊറർ മൂവി, റിയലി ഗ്രേറ്റ് മൂവി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ബോധവാനാകുന്നത്. അതിനുശേഷം പിന്നെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ നോൺ മലയാളീസ് ഇതിനെപ്പറ്റി. അതേപോലെ തന്നെ സുമതി വളവിനും, കമ്മിങ് ബാക്ക് ടു സുമതി വളവ്,
ഇതിനും ആ ഒരു റീച്ച് കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ വെൽ മെയ്ഡ് മൂവി ആൻഡ് മാളികപ്പുറത്തിന്റെ റൈറ്ററും ഡയറക്ടറും അവരുടെ, അതായത് ഡയറക്ടറുടെ രണ്ടാമത്തെ മൂവി, അഭിലാഷുമായിട്ട് ഈ പറഞ്ഞ മൂന്നാമത്തെ സിനിമയാണ് ഞാൻ ആനന്ദ് ശ്രീബാലയ്ക്ക് ശേഷം. അപ്പോൾ എനിക്ക് വളരെ മനോഹരമായ 3 കഥാപാത്രങ്ങൾ തന്നൊരു റൈറ്ററാണ് അഭിലാഷ്. പിന്നെ മാളികപ്പുറത്തിലെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ അഡീഷൻസ് ഉണ്ട്, പുതിയ അഡീഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഹാഫ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പം റാഫിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. റാഫിയും ഞാനും പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു എനിക്കൊന്ന് 10-65 അല്ലേ, 10-65 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതെ, അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള. പിന്നെ അത് കൂടാണ്ട് വേറെ കുറെ പേരുണ്ട്. ഈ 90s യെസ്റ്റർഇയേഴ്സ് കാലഘട്ടത്തിലേക്കുള്ള മലയാള സിനിമയുടെ ഒരു വൈബ് അത് കിട്ടും. ഒരു 90s ഉണ്ടാവില്ല കുറെ ക്യാരക്ടേഴ്സ്, വൈബ് കിട്ടും. അതിന്റെ കൂടെ കുറച്ച് പേടിക്കാം, കുറച്ച് ചിരിക്കാം. ഗോപിക, ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ആളുകൾക്കൊരു കുഴപ്പം പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവര് സെൻട്രൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ആളുകൾക്ക്. കാരണം ഇവരെ കുട്ടികളായിട്ട് തന്നെയല്ലേ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഗോപികയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സീരിയൽസ് ഒക്കെ ഭയങ്കര ഹിറ്റായത് കാരണം കൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു നായികയായിട്ട്. പിന്നെ ഒരു പ്രോപ്പർ ലോഞ്ച് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ പടങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ ഒരു പ്രോപ്പർ ലോഞ്ചിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തതല്ല. പക്ഷെ ലോഞ്ച് വന്നപ്പോൾ അതൊരു പ്രോപ്പർ ലോഞ്ച് ആയി, അങ്ങനെ വേണം പറയാൻ. ഇതും മെയിനായിട്ട് അഭിലാഷേട്ടൻ കാരണം വന്നൊരു ചാൻസ് ആണ്. ലൈക്ക് അഭിലാഷേട്ടൻ അമ്മ കാണുമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ സീരിയല്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു അഭിലാഷേട്ടൻ്റെ അടുത്ത് ഈ കുട്ടീനെ സിനിമയിൽ എടുക്കണം എന്ന്. പിന്നെ GP ചേട്ടനെയും പരിചയമുണ്ട് അഭിലാഷേട്ടന്. അപ്പം കല്യാണത്തിന് അഭിലാഷേട്ടൻ വന്നില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 days കഴിഞ്ഞപ്പം മീറ്റ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അടുത്ത സിനിമയിൽ നിനക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അങ്ങനെ വിശ്വസിച്ചില്ല. കാരണം നമുക്ക് സിനിമയിൽ അഭിനയിച്ചാലേ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് എനിക്ക്. പക്ഷെ അത് ശരിക്കും അഭിലാഷേട്ടൻ പാലിച്ചു. അത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലോഞ്ച് ഒന്നല്ല, ഭയങ്കര ഭാഗ്യവും ദൈവാനുഗ്രഹം പോലെ വന്നൊരു ചാൻസ് ആണ്. നോർത്തിലൊക്കെ ഇപ്പൊ ഇസ്പിയാർക്കോ ക്യാനാന്തു എന്നൊക്കെയുള്ള സീരിയൽസിലൊക്കെ അതിൽ അഭിനയിച്ചിട്ടുള്ള ലീഡ് ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ക്രേവ് ചെയ്തിരുന്നൊരു സമയമുണ്ട്. കാരണം അവർക്ക് അത്രയും പ്രതീക്ഷയായിരുന്നു അവരെ ലോഞ്ച് ചെയ്യുമ്പോഴും. ആ പടത്തിന്റെ ചുറ്റുപറ്റൊക്കെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഗോപിക്ക് അങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ? ഇല്ല, സത്യം പറഞ്ഞാൽ സീരിയൽ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് 27th സീരിയൽ കഴിഞ്ഞു, February 5th ആയപ്പോൾ തന്നെ അഭിലാഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സിനിമ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഞാനും ഓക്കെ എന്നാ നോക്കാം ചെയ്യാം എന്നുള്ളൊരു ഇതിൽ തന്നെ ആയിരുന്നു. പിന്നെ വേറൊന്നും അങ്ങനെ വന്നിട്ടില്ല, ടു ബി ഫ്രാങ്ക്, വേറൊന്നും അങ്ങനെ വന്നിട്ടില്ല. അമേസിംഗ് പെർഫോമൻസ് ഇൻ ജോ. അപ്പോൾ കുറെ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ പ്രണയത്തിന്റെ കുറെ കാലഘട്ടങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മറ്റു ഭാഷകളെ പോയിട്ട് മലയാളത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത റെക്കഗ്നൈസേഷൻ ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടോ? എനിക്ക് അങ്ങനെ അതിന് മാത്രം വർക്ക്സ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴും കുറെ പേര് വിചാരിച്ചിരിക്കുന്ന ഞാനൊരു തമിഴ് ഗേൾ ആണെന്നുള്ളൊരു സംഭവം ഉണ്ട്. ബിക്കോസ് കേരളത്തിൽ ജോ അങ്ങനെ തിയേറ്ററിൽ അത്ര നല്ല പോയിട്ടില്ല. വന്നപ്പോഴാണ്. അപ്പൊ ആർക്കും എന്നെ അത്ര അറിയില്ല. ഞാൻ മറ്റേത് ചെയ്തപ്പോ I was in 10th or 11th, അപ്പൊ ചെറുതായിരുന്നു. അപ്പൊ ഇപ്പോഴും അപ്പോഴും എന്നെ നല്ല ഡിഫറൻസ് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ വന്ന് അതുകൊണ്ട് ലൈക്ക് അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചൊരു കംബാക്ക് പോലെ ഒന്നും എനിക്കൊരു ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ.